ജനങ്ങളെ കേട്ട് അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്ന് തൃശൂർ നിയുക്ത ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തർക്കങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും. പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും എ പ്രസാദ് പറഞ്ഞു. തീർച്ചയായും സന്തോഷമുണ്ട്. ഒരു KSU പ്രവർത്തകനായി പൊതുരംഗത്ത് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. പാർട്ടിയിൽ ലഭിച്ച ഈ ഉത്തരവാദിത്തത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എല്ലാ കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തി എല്ലാവരുമായി സംസാരിച്ചു, എല്ലാവരെയും കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തീരുമാനം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയൊക്കെ തന്നെ പരിപൂർണമായി അംഗീകരിക്കും. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും ആ തീരുമാനം ബാധകവുമാണ്. സിവിൽ സ്റ്റേഷൻ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഇന്ന് ഈ സ്ഥാനത്തേക്ക് എത്താൻ ഉള്ള അവസരം ലഭിച്ചത്. പാർട്ടിയും ജനങ്ങളെയും കേട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും.